എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, അതേ യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, ചെങ്കടലിറങ്ങുന്ന വഴി നടത്തിടും, അടിമയിട്ടു ബന്ധപ്പെട്ടു വിടുത്തവൻ, ചിറകുകൾ വിടത്തി മഴ കാത്തിടുന്നവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്ക് യേശു നല്ലവൻ, നല്ല രക്ഷകന്റെ നാമം പാടി പാടും ഞാൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം നമുക്ക് തുറക്കാം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കൊലോസ്യർ 4:2, 3, 4 വാക്യങ്ങൾ. യേശു സ്നേഹിക്കുന്ന ദൈവമക്കളുടെ കൂട്ടായ്മയായ ദൈവസഭയോടാണ് ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ സംസാരിക്കുന്നത്. ലോകത്തുള്ള മറ്റു മനുഷ്യരോടൊന്നുമല്ല, യേശു സ്നേഹിക്കുന്ന, യേശുവിന് ഇഷ്ടമുള്ള, യേശുവിന്റെ സ്വപ്നങ്ങളെ പങ്കുവെക്കുവാനുള്ള ദൈവസഭയോട് ദൈവാത്മാവ് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. സ്തോത്രം. പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുന്ന സഭയോട് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. സ്തോത്രം. അത് മറ്റുള്ളവരോട് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല. പക്ഷെ ദൈവത്തിന് പദ്ധതി ഉള്ളവരോട് പറഞ്ഞാൽ അവരത് പെട്ടെന്ന് പിടിച്ചെടുക്കും. എന്നോട് ദൈവാത്മാവ് പറയുന്നു പ്രാർത്ഥിക്കുവാൻ, ഓരോ പ്രാർത്ഥനയിൽ തുടരുവാൻ വേണ്ടി. ഇന്ന് പ്രിയപ്പെട്ടവര് സാക്ഷി പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, ഞാൻ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ദൈവാത്മാവ് എന്നെ സഹായിച്ചുവെന്ന്, പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തിയെന്ന്. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നുവെങ്കിൽ എന്തൊക്കെയോ റിസൾട്ടുകൾ വരാനുണ്ട്, ഏതൊക്കെയോ മറുപടികളെ ദൈവത്തിന് എത്തിച്ചു തരാനുണ്ട്. അതുകൊണ്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്ന്. ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേറെ ഒന്നിനോട്ടും പോകാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ആത്മാവ് അവരെ പ്രേരിപ്പിച്ചു. സ്തോത്രം. എന്ന് വിചാരിച്ച് മറ്റത്യാവശ്യങ്ങൾക്ക് പോകുകയോ ഒന്നും ചെയ്യണ്ട എന്നല്ല, അവർ പ്രാർത്ഥന മനോഭാവത്തോടെ നീങ്ങുവാൻ ദൈവാത്മാവ് പ്രേരിപ്പിക്കുകയാണ്. അതിൽ വായിച്ചപ്പോൾ കാണുന്ന എങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ഇത് ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ്. ഇനി അടുത്ത നമ്മൾ വായിച്ചു കേട്ടത്, എനിക്ക് ബന്ധനകാരമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും. അപ്പോൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ജനത്തോട് പറയാൻ ആത്മാവെന്നെ ഉത്സാഹിപ്പിക്കുന്ന ആദ്യത്തെ ദൂത്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് തുറന്നു കൊണ്ടുവരും. ഹല്ലേലൂയ. ദൈവം തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയത്തില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ മുൻപോട്ട് പോകേണ്ട വഴിയായിരിക്കാം ദൈവം തുറക്കാൻ പോകുന്നത്. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികളെ വെളിപ്പെടുവാൻ
സമ്മതിക്കാതെ ചിലപ്പോൾ അതിനെതിരെ ചില മേഖലകളെ അടച്ചതായിരിക്കാം ദൈവം തുറക്കാൻ പോകുന്നത്. സ്വന്തം അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് രാത്രിയിൽ സന്തോഷിക്കുവാൻ വകയുണ്ട്. നിനക്ക് വേണ്ടി മറ്റാർക്കും തുറക്കാത്ത വഴികള് ദൈവം തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് എത്ര ശക്തിയേറിയതാണെങ്കിലും, എത്ര തടസ്സമാണെങ്കിലും, എത്ര പ്രതികൂലത്തോടെയാണ് പോരാടിയതെങ്കിലും ദൈവത്തിന് പറയാനുണ്ട്, ഇന്ന് രാത്രിയില് പ്രാർത്ഥിച്ച നിനക്ക് ദൈവം ഒരു വഴി തുറന്നു കൊണ്ടുവരാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നവര്, ഈ ദൈവസന്നിധിയിൽ ഇരിക്കുന്നെങ്കിൽ അവര് മാത്രം കരങ്ങൾ ഉയർത്തി ആ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ദൈവം നിനക്കൊരു വഴി തുറക്കാൻ പോകുന്നു. ദൈവം നിനക്കൊരു വാതിൽ തുറക്കാൻ പോകുന്നു. ദൈവം നിനക്ക് വേണ്ടി ചില പദ്ധതികളെ തുറന്നു കൊണ്ടുവരാൻ പോകുന്നു. അതിന്റെ കൂടെ ചേർത്ത് പറയട്ടെ, അതാരും പറയത്തില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിൽ നിങ്ങൾ ഏറ്റവും ധൈര്യത്തോടെ ബലപ്പെടുക. ദൈവം ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ചിലത് തുറന്നു തന്നിരിക്കും. ഈ തുറക്കുന്ന കാര്യം ദൈവത്തിന്റെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. ദൈവം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ എന്റെ ജനത്തിന് വേണ്ടി തുറക്കാൻ പോകുന്നു. അത് എന്ത് തന്നെയായിരുന്നാലും ആമേൻ. അങ്ങനെ ദൈവം തുറക്കുമെന്ന് എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. അടുത്തത് നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നത്, അവർ ചേർന്ന് വായിച്ച് താഴോട്ട് വരുമ്പോൾ കാണുന്നത്, വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കൂ. ഒന്ന്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് തുറക്കും. രണ്ട്, ദൈവം ചിലത് വെളിപ്പെടുത്തും. സ്തോത്രം. ദൈവം ചിലത് വെളിപ്പെടുത്തും. എത്ര മറഞ്ഞിരുന്നാലും, എത്ര വെളിപ്പെടാതിരുന്നാലും ദൈവത്തിന്റെ ആത്മാവ് തൊട്ടുകഴിഞ്ഞാൽ അത് വെളിപ്പെട്ടു വരും. സ്തോത്രം. ഇത് രണ്ടുമാണ് ഇന്ന് രാത്രിയില് ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് ദൂതായി പറയുന്നത്. ഒന്ന്, ചിലത് തുറന്നു കൊണ്ടുവരും. രണ്ട്, രഹസ്യമായിരിക്കുന്നത്, വെളിപ്പെടാതിരിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുന്നു. പ്രാർത്ഥിച്ചവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അവരധികം വലിയ ശബ്ദമില്ലാതെ കരങ്ങളെ അടിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചിലത് വെളിപ്പെടുത്താൻ പോകുന്നു, ചിലത് തുറക്കാൻ പോകുന്നു. അതാരും അടയ്ക്കാതെ അവൻ തുറക്കുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരോട് സംസാരിപ്പാൻ ദൈവാത്മാവ് എനിക്ക് നൽകിയ ആദ്യത്തെ ദൂതാണ് ഈ ദൂതം നൽകുന്നത്. സ്തോത്രം. രണ്ട്, ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഇതുവരെ ഒന്നിനും ചിലതിന് മറുപടി ഇല്ല. എന്താണ്? ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടും ചില വിഷയത്തിന് മറുപടി ഇല്ല എന്ന് ധരിച്ചവരോട് ദൈവത്തിന് പറയാനുണ്ട്, ഈ പ്രാർത്ഥനയിൽ ഞാൻ അതിന്റെ റിസൾട്ട് എത്തിച്ചു തരും. ഹല്ലേലൂയ. അത് വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്ന പ്രധാനമായ അടുത്തൊരു വിഷയം, നമ്മൾ ഒരുമിച്ച് അതിന്റെ മേൽ ജയമെടുത്താൽ ഒരു വലിയ വിടുതലാണ്. സ്തോത്രം. അതായത് ദൈവാത്മാവ് നൽകിയ ഒരു വെളിപ്പാടാണ്. സ്തോത്രം ചെയ്യുന്നു. ആ വെളിപ്പാട് ദൈവവചനത്താൽ വ്യാഖ്യാനിച്ചു തരും. സ്തോത്രം. ആ ഒരു വിഷയത്തെ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് അതിൽ നമ്മൾ ജയിക്കണം. സ്തോത്രം. ഒരു വലിയ അസ്ഥിയോട് ചേർന്ന് ഒരു വലിയ കുപ്പിയും ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. സ്തോത്രം. നോക്കണം. ഈ വിഷയത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി തൊടും. അതിനായി സ്തോത്രം ചെയ്യുന്നു. അത് നിമിത്തം നമ്മുടെ ദൈവസഭ, ദേശം ദൈവത്താൽ വിടുവിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ പോരാട്ടങ്ങളെ ദൈവാത്മാവ് ഉപവാസ പ്രാർത്ഥനയിൽ പല മേഖലകളും അഴിച്ചു വിട്ട് എഴുതിയിരിക്കുക. സ്തോത്രം. ഇതിന്റെ റിസൾട്ട് ദൈവാത്മാവ് നമുക്ക് തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവൻ അതിന്റെ ഒന്ന് രണ്ട് വെളിപ്പാടുകൾ പറയുന്ന ആത്മാവില് ചില വേദഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകട്ടെ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കിന്ന് പോകാം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. വാക്യം അല്ല നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കുന്നത്, ഈ വിഷയത്തെയാണ് വാക്യം കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്.
യിരെമ്യാവ് 8:1 മുതൽ വായിച്ച് കേൾപ്പിക്കാം. രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും അസ്ഥികളെ ശവക്കുഴിയിൽ നിന്നെടുത്തു. അസ്ഥികളെ എടുക്കണമെങ്കിൽ ശവക്കുഴി തോന്നണം. ശവക്കുഴിയിൽ ചെന്ന് അസ്ഥികളെ തോണ്ടി പുറത്തെടുത്തു. എന്നിട്ട് അസ്ഥി കൊണ്ട് ചില പരിപാടി ചെയ്യാൻ തീരുമാനിച്ചു. ആ വിഷയത്തെ ദൈവം ഈ ഉപവാസത്തിൽ തകർത്തനായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. എന്താണ് ചെയ്തത്? അവർ ശവക്കുഴി തോണ്ടി അതിൽ നിന്ന് അസ്ഥികളെ പൊക്കിയെടുത്തു. പരിശുദ്ധാത്മാവിന് രാത്രി ഓർമ്മിപ്പിക്കുന്നു, എത്ര ശ്രമിച്ചാലും നശിച്ചു പോകാത്തൊരു വിഷയമാണ് ശരീരത്തിലെ മുടി, അസ്ഥി, പല്ല് എന്നിവ. അങ്ങനെയാണ് ഈ അസ്ഥിയെ തോണ്ടിയെടുത്തെങ്കിൽ അസ്ഥി വെച്ച് ചില പരിപാടി ചെയ്യാൻ ആഗ്രഹിച്ചു. അത് യേശുവിന്റെ നാമത്താൽ ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് വചനത്താൽ ഉടച്ചു മാറ്റി ദൈവസഭയ്ക്ക് ഒരു വിടലായി കൊണ്ടുവരട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരെന്താണ് ചെയ്തത്? ശവക്കുഴിയിൽ നിന്ന് എടുത്തു തങ്ങൾ സ്നേഹിച്ചതും സേവിച്ചതും പിൻചെന്ന് അന്വേഷിച്ചതും നമസ്കരിച്ചതുമായ സൂര്യനും ചന്ദ്രനും ആകാശത്തിലെ സർവസൈന്യത്തിന് മുൻപാകെ അവയെ നിരത്തി വയ്ക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തെ തൊടാൻ പോകുകയാണ്. ഈ അസ്ഥികളെ കൊണ്ടുപോയി അവർ സ്നേഹിച്ചതും അവർ സേവിച്ചതുമായ സൂര്യചന്ദ്രന്മാര്, ആകാശത്തിലെ നക്ഷത്രങ്ങള് ഇവകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തി വയ്ക്കുകയാണ്. എന്തിന്? ഇത് വലിയൊരു പിന്തുടർച്ചാ ശക്തിയായിരുന്നു. സ്തോത്രം. ഇത് ആത്മാവിൽ വിവേചിച്ചാൽ ഇതൊരു പാരമ്പര്യത്തിന്റെ അധികാരമായിരുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് ചില വിടുതലുകൾ നടക്കുന്നില്ല, ചില മുന്നേറ്റങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നില്ല? പാരമ്പര്യമായി പിന്തുടർന്ന് ഏത് വിധേനയും പരാജയപ്പെടുത്തേണ്ടതിന് അസ്ഥികളിലൂടെ പ്രവർത്തിക്കുന്ന ചില അധികാരങ്ങളുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്താൽ ആ അധികാരമേ തകർന്നു മാറി കുടുംബങ്ങളും വ്യക്തികളും തലമുറകളും യേശുവിന്റെ നാമത്താൽ വിടുവിക്കപ്പെട്ടു വരട്ടെ. പിന്തുടർന്നുകൊണ്ട് ഇടത്തില്ല എന്ന് പറഞ്ഞ് പിന്തുടർന്നുകൊണ്ട് കുടുംബങ്ങളോട് തലമുറകളോട് ജീവനങ്ങളോട് പോരാടി നിൽക്കുന്ന അധികാരങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ ഈ പ്രാർത്ഥനയെ തകർന്നു മാറി ഒരു വിടുതൽ യേശുവിന്റെ നാമത്താൽ ദൈവജനത്തിന് മേൽ വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം. അവർ വിശ്വസിക്കുന്ന, അവര് സേവിക്കുന്ന, അവര് കാത്തിരിക്കുന്ന, അവരാശ്രയിക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ മുമ്പിലും ആ സൂര്യന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവർ നിരത്തി വെക്കുകയാണ്. സ്തോത്രം, സ്തോത്രം. ഈ നാളുകളിൽ ദൈവസഭകള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവസഭ, ദൈവത്തിന്റെ ജനം പരാജയപ്പെടേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് പകൽക്കാലം രാത്രി ഓർമ്മപ്പെടുന്നത് പരാജയപ്പെടുത്തേണ്ടത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ലോക ശക്തിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ സഭ ദൈവവചനത്താൽ തിരിച്ചറിഞ്ഞ് ജയം പ്രാപിക്കണമെന്ന് ആത്മാവിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ഇതിനെ കൊണ്ടുവന്ന് നിരത്തി വെച്ചു അതിനെ സമർപ്പിച്ചു കൊടുക്കുക. സ്തോത്രം, സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ വചനത്തിന് പറയാനുണ്ട്, അങ്ങനെ അവര് ചെയ്തിരുന്നാലും യേശുവിന്റെ മക്കളോട് പറയുന്നു, അവർക്ക് ഏത് ലെവല്, ഏത് വിധത്തില് ആരൊടുക്കുവാൻ നോക്കിയാലും കർത്താവ് കൊടുത്തൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. നിങ്ങൾ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലവിധ ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം ഇട്ടിട്ടുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടുണർന്നുകൊണ്ട് നമ്മൾ ആത്മാവിൽ ബലപ്പെടുക. സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രിയിലും
ഉപവാസത്തോടെ ഇരിക്കുന്ന നിന്നോട് പറയാനുണ്ട്, ഏതെല്ലാം വഴികളിൽ ചെന്ന്, കുഴികളിൽ ചെന്ന്, എത്ര പാരമ്പര്യ അസ്ഥികളെ എടുത്തുകൊണ്ട് വന്ന് പ്രവർത്തിച്ച് എന്തെല്ലാം ചെയ്താലും പ്രാർത്ഥിക്കുന്ന ദൈവസഭ അതിൽ വിജയം പ്രാപിച്ചിരിക്കും. രാത്രി വിശ്വസിക്കുന്നവർ എത്ര പേര് ഈ ആരാധന സ്ഥലത്ത് ഇരിപ്പുണ്ട്? സ്തോത്രം ചെയ്യുന്നു. ഏത് അസ്ഥിയാകട്ടെ, ഏത് അരയോത്തിയാകട്ടെ, ഏതൊക്കെ മണ്ഡലമാകട്ടെ, ദൈവത്തിന്റെ സഭയ്ക്ക് പേടിക്കാനില്ല. സകലത്തിന് മേലും ജയിച്ചവരായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭ അതിന് മേൽ ജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇനി നോക്കണം, ഇത് കട്ടിയേറിയ അസ്ഥികളാണ് തിരിച്ചു കിട്ടുന്നത്. ബാക്കിയൊക്കെ എന്ത് ചെയ്യാ? ഒഴിഞ്ഞു പോകും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു മേഖലയിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ ആ വ്യക്തിയെ തിരിച്ചു പിടിക്കേണ്ടതിന് പിന്നാലെ പോകുകയാണ്. അതാണ് ശവക്കുഴികളെ തുറക്കുന്നത്. സ്തോത്രം. പിന്നാലെ പോകുകയാ. പക്ഷെ ഇന്ന് രാത്രി ആത്മാവിന് പറയാനുണ്ട്, പിന്തുടരുന്ന ശക്തികളെ, ആ മുഴുവൻ സൈന്യത്തെയും ചെങ്കടലിൽ തകർത്ത് കളഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ച ദൈവജനത്തെ മറുകരയില് സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ദൈവത്തിന് കരമുയർത്തി മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, ആ വിഷയത്തിന് ദൈവം വിടുതൽ നൽകിയ ആ ദൈവത്തെ മഹത്വം കൊടുക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ വായിച്ച ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കൊള്ളുക. അപ്പൊ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുമ്പോൾ ദൈവം ചിലത് തുറക്കും. സ്തോത്രം. ദൈവം തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. വിശുദ്ധ വേദപുസ്തകത്തില് പരിശുദ്ധാത്മാവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. യെശയ്യാവ് 45:1-2 വാക്യങ്ങൾ. ഈ യഹോവ തന്റെ അഭിഷക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ കൈ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. അവന്റെ വലങ്കരം ആര് പിടിച്ചിരിക്കുന്നു? ദൈവം പിടിച്ചിരിക്കുന്നു. ഒന്ന്, തുറക്കേണ്ടതിന്. സ്തോത്രം. രണ്ട്, അടയാതിരിക്കേണ്ടതിന്. ഈ ദൈവസഭയോട് ഇന്ന് രാത്രിയിൽ ഇവിടെ ഒരു ദൈവദാസനെ വിളിച്ചു നിർത്തി ദൈവാത്മാവിന് ആലോചന തരുന്നത്, സ്തോത്രം ചെയ്യുന്നു, ആരും തുറക്കാത്തൊരു വാതിൽ ദൈവസഭയ്ക്ക് തുറക്കാൻ പോവാ. സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ മറുപടികള് വരും നാളുകൾ ദൈവത്തിന്റെ ജനം ആത്മസന്തോഷത്തോടെ അനുഭവിക്കാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടെന്ന്? ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഒന്ന്, അവൻ ഇപ്രകാരം അവന് ജാതികളെ കീഴടക്കാം. സ്തോത്രം. ജാതിക ശക്തികളെ കീഴടക്കാൻ പോകുക ദൈവസഭ. ജാതിക പോരാട്ടങ്ങളെ ദൈവത്തിന്റെ സഭ കീഴടക്കാൻ പോകുക. ജാതികളുടെ ആചാരങ്ങളെ ദൈവത്തിന്റെ സഭ ജയിക്കാൻ പോകുക. സ്വതന്ത്രം. ദൈവം ചില ആചാരങ്ങൾ കൊണ്ടുവന്ന്, ജാതികമായ ചില പരിപാടികൾ കൊണ്ടുവന്ന് ദൈവസഭയ്ക്കെതിരെ നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ കീഴടക്കുന്നതിനായി സ്തോത്രം. ഇവിടെ പറയുന്ന ജാതികളെ അവൻ എന്ത് ചെയ്തു? കീഴടക്കി. കീഴടക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ നിന്നെ കീഴടക്കുമെന്ന് പറഞ്ഞ്, നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ്, നിന്നെ ഒതുക്കിയിട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞതിന് നീ ദൈവകൃപയാൽ ഒതുക്കും. സ്തോത്രം. നീ അതിന് മേൽ ജയമെടുക്കും. അതാണ് ദൈവത്തിന്റെ ജനത്തിന്റെ പ്രത്യേകത. സ്തോത്രം. രണ്ട്, വേദപുസ്തകത്തിൽ കാണിക്കുന്നതിനാണ് അവൻ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. സ്തോത്രം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് ദൈവം കതകുകൾ തുറക്കാൻ പോവാ. സ്തോത്രം. സ്തോത്രം. അപ്പോൾ എന്തൊക്കെയോ എവിടൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? അടഞ്ഞു കിടന്നു. ചില കതകുകൾ അടച്ചു കിടക്കുക. ആദ്യ ദിവസങ്ങൾ തുറന്നലായ. സ്തോത്രം.